പുഷ്പ 2 പ്രദർശനത്തിനിടെ ഉണ്ടായ അപകടത്തിൽ ഹൈദരാബാദിലെ സന്ധ്യ തിയേറ്ററിന് കാരണം കാണിക്കൽ നോട്ടീസ്. തിയേറ്ററിന്റെ ഭാഗത്ത് നിന്ന് ഗുരുതര വീഴ്ചകൾ ഉണ്ടായി എന്ന് നോട്ടീസ്. മറുപടി തൃപ്തികരമല്ലെങ്കിൽ ലൈസൻസ് റദ്ദാക്കും. അതേസമയം തിക്കിലും തിരക്കിലും പെട്ട ബോധരഹിതനായ കുട്ടിയുടെ തലച്ചോറിന് കാര്യമായ തകരാറ് സംഭവിച്ചുവെന്നാണ് മെഡിക്കൽ ബോർഡ് റിപ്പോർട്ട്. KB ശ്രീധരൻ വിവരങ്ങളുമായി ചേരുന്നു. ശ്രീധരൻ, ഗുഡ് മോർണിംഗ്. ഈ തിക്കിലും തിരക്കിലും പെട്ട അപകടം പറ്റിയ കുട്ടിക്ക് കാര്യമായ പരിക്കുണ്ട് എന്നാണല്ലോ മെഡിക്കൽ ബോർഡ് പറയുന്നത്. മാത്രമല്ല, ഈ തിയേറ്ററിന്റെ ഭാഗത്ത് ഗുരുതര വീഴ്ചയുണ്ട് എന്നും പറയുന്നു. ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ശ്രീധരൻ? മോത്തി, ഗുഡ് മോർണിംഗ്. ഏതായാലും ഈ കുട്ടിയുടെ നില വളരെ ഗുരുതരമായി തന്നെ തുടരുന്നു എന്നുള്ളതാണ്. 13 ദിവസമായി കുട്ടി വെന്റിലേറ്റർ സഹായത്തോടു കൂടിയാണ് കഴിയുന്നത്. കുട്ടിയുടെ തലച്ചോറിന് കാര്യമായിട്ട് തകരാറുകൾ സംഭവിച്ചിട്ടുണ്ട് എന്നാണ് ഇന്നലെ രാത്രി ഈ ആശുപത്രി സന്ദർശിച്ച ഹൈദരാബാദ് കമ്മീഷണർ CV ആനന്ദ് IPS അറിയിക്കുന്നത്. ഏതായാലും ഈ ദീർഘകാലത്തെ ഒരു ചികിത്സ കുട്ടിക്ക് വേണ്ടിവരും. ഈ തിക്കിലും തിരക്കിലും പെട്ട് ബോധം കെട്ട് വീണ കുട്ടിക്ക് കുറെ സമയത്തേക്ക് ശ്വാസം കിട്ടാതിരുന്നാണ് തലച്ചോറിലെ കോശങ്ങളുടെ നാശത്തിന് ഇടയാക്കിയത്. അതൊരു പക്ഷേ മസ്തിഷ്ക മരണത്തിലേക്ക് വരെ നയിക്കാവുന്ന ഒരവസ്ഥയാണ്. ഏതായാലും തലച്ചോറിന് ഗുരുതരമായിട്ടുള്ള തകരാറുകൾ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് കമ്മീഷണറുടെ പ്രതികരണം വന്നിരിക്കുന്നത്. ഈ കുട്ടിയുടെ ചികിത്സാ ചെലവുകൾ ഏറ്റെടുക്കുമെന്ന് നേരത്തെ അല്ലു അർജുൻ അറിയിക്കുകയും ചെയ്തിരുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ തിക്കും തിരക്കും ഉണ്ടായ സന്ധ്യ തിയേറ്ററിന് കാരണം കാണിക്കൽ നോട്ടീസും ഹൈദരാബാദ് പോലീസ് നൽകിയിട്ടുണ്ട്. 11 കാരണങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഇത്തരത്തിൽ നോട്ടീസ് നൽകിയിരിക്കുന്നത്. ഇക്കാര്യത്തിൽ അല്ലു അർജുന്റെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് തിയേറ്ററിന് ഗുരുതരമായിട്ടുള്ള വീഴ്ച സംഭവിച്ചു. പോലീസ് ഈ അല്ലു അർജുൻ റോഡ് ഷോയായി വരരുത് എന്ന് അറിയിച്ചിരുന്നു. പക്ഷേ അങ്ങനെ റോഡ് ഷോ ആയിട്ട് വന്നതോടുകൂടിയാണ് തിക്കും തിരക്കും ഉണ്ടായത് എന്ന് തുടങ്ങിയ കാര്യങ്ങളാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ അല്ലു അർജുന്റെ കൂടെയുള്ള സുരക്ഷാ ജീവനക്കാരെ തിയേറ്ററിലേക്ക് പ്രവേശിപ്പിച്ചതും അവർ ഉണ്ടാക്കിയ പ്രശ്നങ്ങളാണ് ഈ തിക്കും തിരക്കും ഇടയാക്കിയതും എന്നൊക്കെ നോട്ടീസിൽ പറയുന്നുണ്ട്. ഇതിന്റെ വിശദീകരണം തൃപ്തികരമല്ലെങ്കിൽ ഒരുപക്ഷെ സന്ധ്യ തിയേറ്ററിന്റെ ലൈസൻസ് റദ്ദാക്കുന്ന നടപടികളിലേക്കൊക്കെ പോകുമെന്നുള്ളതാണ് ഹൈദരാബാദ് കമ്മീഷണർ അറിയിക്കുന്നത്. ശരി ശ്രീധരൻ.